എല്ലാവർക്കും ജസ്റ്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഗൈസ് നമ്മൾ കുറെ ദിവസമായി വീഡിയോ എടുത്തിട്ട് അറിയാം ഗൈസ്. പക്ഷെ കുറച്ച് പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ് അങ്ങനെ നമുക്ക് സമയം കിട്ടിയില്ല. എനിവേസ് ഗൈസ് നമ്മൾ തിരിച്ച് വളരെ ഊർജത്തോടെയാണ് വന്നിട്ടുള്ളത്. ആണോ അല്ല എനിക്കാ ഫുൾ ഊർജാണ്. ഇന്ന് നമ്മൾ കാലങ്ങൾക്ക് ശേഷം കാലങ്ങൾ പറഞ്ഞ കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു പ്രാങ്ക് ചെയ്യാൻ. ഇവിടെ കോൺഫിറ്റ് ഒക്കെ പൊട്ടണം, ലൈക് പടക്കൊക്കെ പൊട്ടണം. യെസ് ഗൈസ്, അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരെ പ്രാങ്ക് ചെയ്യണം മനസ്സിലാണ്. ആരാണ് പറഞ്ഞു കൊടുക്കും എനിക്കാ? ഇവിടെ ഒരാളുണ്ട് റഹദ്, അത് ഗൈസ്. ഇവിടെ അഞ്ജു, അത് ഗൈസ്. ഇവിടെ ഫോട്ടോ ഉണ്ടാവൂലേ? മനക്കോടെ എഡിറ്റ് ചെയ്ത് ഫോട്ടോ അവരെ നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോണത്. ബൈ ദ വേ ഗൈസ്, നിങ്ങൾക്ക് പ്രാങ്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോപ്പ് ചോക്കോബാർ പ്രാങ്ക് ആണ്. അത് കുറച്ചൊരു നമ്മളൊരു സോപ്പ് എടുക്കും, സോപ്പും നമ്മൾ ഐസ്ക്രീമിന്റെ കോഴി കുത്തുന്ന നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മൾ ഡിപ്പ് ചെയ്താണ്ട് ഒരു ചോക്കോബാർ പോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തിന്നാൻ കൊടുക്കുമ്പോൾ തിന്നുമ്പോഴത്തെ എക്സ്പ്രഷൻ നോക്കും. അപ്പൊ നമുക്ക് അറിയില്ല എന്താ ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മൾ പ്രാങ്ക്. പിന്നെ ഗൈസ് നമ്മൾ ലാസ്റ്റ് വരെ പ്രാങ്ക് ചെയ്തിരുന്നു ഒരു സൈക്കിളിന്റെ പ്രാങ്ക്. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ സെറ്റ് ആക്കി വരുമ്പോ നിങ്ങൾ ആ വീഡിയോ കണ്ടുവരും. സംശയമൊന്നുമില്ല. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ പ്ലാൻ എക്കുള്ള സോപ്പ് വാങ്ങി. നമ്മൾ 3 സോപ്പാണ് വാങ്ങിയത്. യെസ് ഗൈസ്, പിന്നെ അതെ. പിന്നെ മാത്രല്ല ഗൈസ്, നമ്മുടെ വീട്ടില് ചോക്ലേറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റ് വാങ്ങണ്ട വിചാരിച്ചു. എന്താ വെച്ചാൽ മെൽറ്റ് ചെയ്താണ് ഡിപ്പ് ചെയ്യാൻ. മെയിൻ സാധനം നോക്കിയത് വൈറ്റ് കളർ സോപ്പാണെന്നാണ്. ഇതിന്റെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് 2-3 ഇതും വേണം, ഐസ്ക്രീമും വേണം. ചോക്കോബാർ വേണ്ടേ? ഇത് ചോക്കോബാർ അല്ലല്ലോ, ഇത് എടുത്താൽ മതി. ചോക്കോബാർ നല്ല കവർ എടുക്കാണ് ഗൈസ് നമ്മൾ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ചോക്കോബാർ ഒക്കെ എടുത്തു. വേറെ സാധനം അത് ഇമ്പോസ്റ്റർ, അത് ഇമ്പോസ്റ്റർ അത്ര ഉള്ളു. ഇനി ഉമ്മച്ചത് എന്തോ കല്ലുപ്പാണെന്നൊക്കെ പറഞ്ഞേക്കണേ. എനിക്ക് സത്യത്തില് നല്ല സംശയമുണ്ട്. Let's go guys, come on. Yes guys, അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഗൈസ്. നമ്മളിപ്പോൾ പ്രാങ്കിനുള്ള സാധനങ്ങൾ വാങ്ങിയത്, പിന്നെ പ്രാങ്കിന് ആവശ്യമില്ലാത്ത സാധനം എന്ന് വെച്ചാൽ മമ്മിയുടെ കല്ലുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ട്. നമ്മൾക്ക് ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള പണികൾ. ഗൈസ് എനിക്ക് ഇപ്പോഴും നല്ല പേടിയുണ്ട് ഗൈസ്, എനിക്ക് അറിയില്ല ഇത് വർക്ക് ആവുമെന്ന്. ബട്ട് നമ്മൾ ട്രൈ നോക്കും ഗൈസ്. ഇനിയിപ്പോ ഫ്ലോപ്പായ പ്രാങ്ക് ഫ്ലോപ്പായി നമ്മൾ പറയാം, അല്ല പിന്നെ എന്ത് പറയാ. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പ്രാങ്ക് കിട്ടും. പക്ഷെ വർക്ക് ആവുന്നതാണ് എന്റെ മനസ്സിൽ. മറ്റേ ബാത്റൂം ഉണ്ട്, 2-3 ബക്കറ്റ് വെള്ളം തലയിൽ വെച്ചെടുക്കാം, അത്രേ ഉള്ളൂ ഗൈസ്. വിചാരിച്ച പ്രാങ്ക് ആയിട്ട് പോയാൽ മതി. അതെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. 5 minutes later. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ പ്രാങ്കിനുള്ള പണികൾ ഞാൻ ഇവിടെ തുടങ്ങി ഗൈസ്. ശരിക്കും ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ മൈക്ക് വെക്കാത്തതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഒന്നും കിട്ടില്ല. സോ ഒരു ഡബിങ് ഗൈസ്, ഞാൻ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും ഗൈസ്. ഞാനിപ്പോൾ ചോക്ലേറ്റ് വെട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽട്ടാക്കി സെറ്റാക്കി ഗൈസ്. ഇനി നമുക്ക് ബാക്കി പണിയിലേക്ക് പോകാം. മറന്നുപോയി ഗൈസ്, മൈക്ക് ഇടാതെ ഞാനൊരു 5-6 മിനിറ്റ് വീഡിയോ. യെസ് ഗൈസ്, ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കി. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ എടുത്ത സോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഈ സോപ്പാണ് നമ്മൾ എടുത്തത്. വൈറ്റ് ആണ്, നല്ല സോപ്പാണ്. ഇത് പിന്നെ ഗൈസ് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട, നേരെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ മതി. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്ത് കേറൂല, കോല് കേറില്ല. കാരണം അത് വേറെ സോപ്പാണ്. കാരണം ഇത് ലക്സ് ആണ്, ഇത് സി ആണ്. അപ്പൊ ഗൈസ് ഇതില് കേറൂല, എത്ര കുത്തി കെറ്റിയാലും കേറില്ല. എന്നിട്ട് പൊട്ടാണ് ഗൈസ് ചെയ്ത്. കാരണം ഇതൊരു
എന്താണ് ഗ്ലാസ് ഒക്കെ പൊട്ടിക്കോ? നേരെ പൊട്ടി പോണ സാധനമാണ്. Great. അപ്പോൾ എന്തായാലും അത് നമുക്ക് പറ്റൂല, നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ വീട്ടിലൊരു 3-4 എന്തുണ്ടായിരുന്നു ഗൈസ്, 3-4 പുതിയ സോപ്പ് ഉണ്ടായിരുന്നു, അത് എടുക്കാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ട് യെസ് ഗൈസ് ഫുൾ മൂഞ്ചലായിരുന്നു. നമ്മൾ ചോക്ലേറ്റ് ചെയ്ത് ഫുൾ കൊളായി. പുതിയ ചോക്ലേറ്റ് മൽക്കാനെ കൊണ്ട് വാങ്ങിപ്പിച്ചു, എടുത്ത സോപ്പ് കൊളായി. വേറെ സോപ്പ് കൊടുന്നു. എന്നിട്ട് ഇതിന്റെ ഷേപ്പോ ഇത് പറ്റൂല, അതുകൊണ്ട് ഇത് ഷേപ്പ് ചെയ്ത് കുറേ പണി എടുക്കണം ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മിൻഷയുടെ ഷേപ്പ് ചെയ്ത് ചടങ്ങാണ്. ഒന്നല്ല ഗൈസ്, ഞാൻ കാണിച്ചു തരാം. സ്കില്ല ഗൈസ്, സോപ്പ് കട്ടണൊക്കെ സ്കില്ലായി മാറ്റി. അതെ ഗൈസ്, ഞാനൊക്കെ സ്കില്ലാക്കി മാറ്റിയിരിക്കണേ. എനിവേസ് നമ്മളിത് കുറച്ച് പണിയുണ്ട് ഗൈസ്, ഇമ്മി കുറച്ച് സമയം എടുക്കുന്നത്. എനിവേസ് ഞാൻ ഇത് നല്ല വൃത്തിയാക്കിയിട്ട് മറ്റേ ഇതിനെ പോലെ ആക്കിയിട്ട് എല്ലാ സോപ്പ് കട്ട് ചെയ്തിട്ട് കാണാല്ലേ. പിന്നെ ചോക്ലേറ്റ് മുക്കണൊക്കെ നല്ല പണിയാണ് ഗൈസ്. എനിവേസ് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ബൈ. യെസ് ഗൈസ്, അപ്പൊ മിൻഷ നേരത്തെ സെറ്റ് ആക്കി വെച്ച ഐസ്ക്രീം ഞാൻ എങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഇവിടെ മറ്റേ ഗ്ലാസ് വെക്കണ, നമ്മളത് കെട്ടി വെക്കാണ് ചെയ്യുന്നത്. ഇതിനെന്താ പറയാ, ഗ്ലാസ് വെക്കണ സ്റ്റാൻഡ് ഇല്ലേ, കയറൊക്കെ കെട്ടി വെച്ച് ഐസ്ക്രീം തൂക്കിയിട്ടാണ്. നമ്മൾ അപ്സൈഡ് ഡൗൺ ചെയ്യുമ്പോൾ ഇനി ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ഡ്രിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ്. പിന്നെ ഗൈസ് എവിടെയും തട്ടാതെക്കാനും കൂടിയാണ്. പിന്നെ ഗൈസ് കാണോ ഗൈസ്, റെഡിയായോ? ഓ, രണ്ടാമത്തെ ഇതെനിക്ക് ഒന്നുകൂടി ഇഷ്ടമായി. ഇതൊന്നും കൂടി നല്ല ഷേപ്പ് മനസ്സിലാവോ? ഇല്ല ഗൈസ്, പക്ഷെ ഇനി ഇതേപോലെ ഞാൻ ഇത് ചെയ്യണം. അത് ഞാൻ എങ്ങനെ ചെയ്യുന്ന നല്ല പണിയാണ് ഗൈസ്. ഇതിന്റെ മാറ്റം കണ്ടു ഗൈസ്, തിക്നെസ് അതേ ലെവലിലാക്കിക്കോ. അത് ഗൈസ് അങ്ങനെ ആക്കണം നമുക്ക്. സോ ലെറ്റ്സ് ഗോ. 15 minutes later. പേടിയാണ് പൊട്ടി വരുവാണ്. പൊട്ടിക്കല്ല മോളെ, വേറെ സോപ്പില്ല കേട്ടോ, അവിടെ പോയി വാങ്ങേണ്ടി വരും. അതാ ഗൈസ് ഏറ്റവും രസം. ഓക്കെ നോട്ട് ബാഡ്. പുറത്തേക്ക് പോയിഞ്ഞാടുവോ? എനിക്കറിയില്ല. ഞാൻ മുക്കിക്കൂടെ ഇത് തിന്നാലോ, തിന്നാനൊക്കെ തോന്നണം കാണുമ്പോ. യെസ് ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കാണ്. കൊള്ളാം, നേരത്തെ പറഞ്ഞ ഓർത്തട്ടോ, കൊളായാൽ എന്റെ മേത്തും ജയിത്തറിന്റെ മേത്തും. അതെ അതെ അതെ. എനിവേസ് ഗൈസ് നമ്മൾ സീൻ എനിക്ക് സങ്കടാവണേ. ഒഴിച്ചൂടാ കേട്ടെ, നേരെ വായിക്കാണ്ടല്ലോ ഫോണിലാണ്ട്. ഗൈസ് നിങ്ങൾ ഒന്നൊന്ന് എന്താവണം, നിങ്ങൾക്ക് കുറച്ച് പണി, ഐ മീൻ കൊറേ പണി എടുക്കണം അല്ലേ മിൻസ? ഇത് കൊറേ നേരം ആക്കേണ്ടി വരൂല്ലേ? യെസ് ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ഇത് ഒഴിക്കണേ. നല്ല പണിയാണ്, പിന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചോക്ലേറ്റ് പിന്നെ നമുക്കിത് കഴിക്കാൻ പോലും പറ്റില്ല ഗൈസ്. ചോക്ലേറ്റ് ഒന്നിനും പറ്റില്ല, ഒന്നിനും പറ്റൂല. വളരെയധികം സങ്കടമായിട്ടുള്ള പ്രോസസ് ആണ്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ട് നമുക്ക് എല്ലാവരും ലൈക്ക് തരാം. പിന്നെ നിങ്ങൾ സക്സസ് ആവൂല്ലെന്ന് ഇപ്പൊ പറയൂ ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ സക്സസ് ആവൂല്ല, ഇപ്പൊ കമന്റ് ഇടണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതെ ഗൈസ്, നമ്മൾ ക്ലിപ്പ് കൊടുക്കുമോ അത് സക്സസ് ആയോ ഇല്ലെന്ന്? ഇല്ല കൊടുക്കൂല. അതെ. അപ്പോൾ നമ്മൾ നമുക്ക് ഇനി 3 സെറ്റ് ആക്കിയിട്ട് ഇതാരെങ്കിലും കണ്ടിട്ട് തിന്നാതെക്കോ? തരുമോ? കഴിക്കാൻ തോന്നണേ എനിക്കൊക്കെ കണ്ടിട്ട്. മിൻസ ഇത് നോക്ക്, എന്റെ കലാവിരുദ്ധം നോക്ക്. വാവ് ഗൈസ്, മനക്കാരെ കലാവിരുദ്ധാണ്. അയ്യോ അല്ല, പിന്നെ എന്താ പറയാ, എന്റെ ഇതൊക്കെ എന്റെ കഴിവാണ്. കണ്ടു നോക്കി ആരെങ്കിലും ഇങ്ങനെ ഐസ്ക്രീം അതും ഗ്ലാസ് വെക്കണ ആദ്യമേ ആരും തൂക്കി കണ്ടോ കഴിവ്. ആർക്കെങ്കിലും ഇതിന് ഗിവ് ഞാൻ കൊടുക്കാൻ വിചാരിച്ചു. എല്ലാരും 2ാം ദിവസം തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കും. എനിവേസ് ഗൈസ്, നമ്മുടെ സാധനം ഓർഡർ ഇത് മനക്ക ചെയ്യും. ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, അല്ല ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇവിടെ തൂക്കാണ്ട്. Many hours later. അങ്ങനെ ഇപ്പൊ എത്ര സമയം? ഇപ്പൊ സമയം 10:30 ഗൈസ്. എല്ലാം റെഡിയാണ്, പക്ഷെ ഇവനൊന്നും പുറത്ത്
വരണ്ടേ? ഇവരെന്താ അതെ ഗൈസ്, തറവാട്ടിലാണ് നിക്കുന്നത്. അതുകൊണ്ട് എന്താ ഇവിടെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വിളിച്ച് കൊണ്ടുവരണം. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ നമ്മൾ വിളിക്കലില്ല. കാരണം പോലെ എപ്പോഴും വരുന്ന ആൾക്കാരാണ്ട് അങ്ങനെ നമ്മൾ വിളിക്കലില്ല. പിന്നെ രാത്രി സമയം കൂടിയാണല്ലോ ഗൈസ്. അപ്പോൾ ഓരെപ്പോഴും ഇങ്ങനെ നിൽക്കാനൊക്കെ വരുന്നുണ്ട്, കുറേ വട്ടം നിൽക്കാൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു വട്ടം അംജു വന്നു. അംജു വന്നിട്ട് പിന്നെ ഒരു നേരെ മേലെ പോയി. കാരണം എനിക്ക് ഫോൺ എടുക്കാണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു. നമ്മളിന്ന് മെയിൻ ആയിട്ട് കാര്യം പറഞ്ഞത് ഇന്ന് കളി ഉണ്ട് പറഞ്ഞിട്ട്. കളി കാണാൻ ബാർസലോണിന്റെ കളി ഉണ്ട്. അപ്പൊ രാത്രി 12 മണിക്കോ അതിന്റെ കളി കാണാൻ നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ വിളിച്ചത്. അങ്ങനെ നമ്മൾ ഫുൾ ഹോപ്പും പോയി. ഞാനിപ്പോ അവിടെ കടന്നാണ്ട് റീൽസ് ഒക്കെ കാണിയിരുന്നു. അപ്പോഴാണ് അംജു മെസ്സേജ് അയച്ചത്, ഞാനും റഹദും വരുന്നുണ്ട് കേട്ടോ. പൊട്ടന്മാര് 10 കയറി വരുന്നുണ്ട്. ഇവിടെ ഇരിക്കും പോലെ വരുമ്പോ ഞാൻ സാധാ പോലെ ഇവിടെ ഇരിക്കും. മിഞ്ചിരിക്കണ പോലെ ഞാൻ ചെയ്യും, ഈ ഫോൺ എടുക്കും, എന്റെ ഫോൺ എടുക്കും, ഞാൻ ഇതിലേക്ക് ഷൂട്ട് ചെയ്യും. നമ്മൾ ഇതില് ഷൂട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെക്കും. പക്ഷെ അതുകൊണ്ട് എത്ര കിട്ടുന്ന അറിയില്ല. ഗെയിം കളിക്കണം. ഓക്കെ, ആ ഒരു ലെവലിൽ ഞാൻ 2 കൈ ഫിംഗറും ഇവിടെ വെക്കും. എന്താ പറയുക, ഇവിടെ ക്യാമറ തട്ടാതെ. നമ്മൾ സാധാ പോലെ റെക്കോർഡ് ചെയ്യണ പോലെ അങ്ങനെ കാണിക്കും. ഇവർ രണ്ടാളും ഇവിടെ ഇരിക്കുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. അല്ല, ഇവിടെയാണല്ലോ നമ്മൾ ഈ ക്യാമറ വെക്കണത്. പക്ഷെ ഇതേ വെച്ചാൽ ഇവിടെ ആൾക്കാർ കിട്ടൂല. നമുക്ക് നോക്കാം എന്തിലൊക്കെ ചെയ്യാലോ. നമുക്ക് നോക്കാം. ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇപ്പൊ നിങ്ങൾ സെറ്റപ്പ് ആക്കിയ സാധനം. കാണുന്നുണ്ടോ ഇല്ല? അത്ര ടെറർ പ്രാങ്ക് ഒന്നുമില്ല. സൈക്കിളിന്റെ പ്രാങ്ക് ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. കുഞ്ഞു കുട്ടികളെ നമ്മൾ പേടിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര സില്ലി ഹാംലെസ് പ്രാങ്കാണ്. മോനെ റയല് തോറ്റു. Many hours later. കുറച്ചുണ്ട് പറ. ഞാൻ ഒന്നൊരു വീഡിയോ കണ്ടേ. ഫോട്ടോ പൊട്ട തിന്നോക്ക് പൊട്ട. എടാ ഐസ്ക്രീമാണ് പൊട്ട. തിന്നോക്കേ കഴുതകള്. യെസ് ഗൈസ്, മിഞ്ചാണ് ആരൊക്കെ പ്രാങ്ക് ആയി. എന്നോട് ക്യാമറ ഓഫായി. ഇല്ലേ ഓ തിന്നതിന് ശേഷം പിന്നെണ്ട് അമ്മ ചവക്കണ്. ഓ ഫസ്റ്റ് അല്ല കടിച്ചാണ്ട് അല്ലെ സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ച് മിൻസ് ഉണ്ടാക്കിയോണ്ട് കുറച്ച് ടേസ്റ്റ് മാറ്റം ഉണ്ടായോണ്ട് അല്ല പറഞ്ഞേക്ക. അപ്പൊ ടേസ്റ്റ് മാറ്റം ഉണ്ടായോണ്ട് ഓ വെറുതെ ഒന്നിതാക്കിയാണ്. അതന്നെ രസമില്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ കടിച്ചത്. ഉള്ളില് സ്ട്രോബെറി. ഞാൻ ആദ്യം കടിച്ചു വെച്ച് മിൻസ് ഉണ്ടാക്കിയല്ലേ എത്ര ഉണ്ടാവുള്ളൂ. അല്ലേ റേത് കടിച്ചു കണ്ട് അല്ല ആ റേത് കടിച്ചു കണ്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കി. അപ്പൊ ഓനക്ക് ചെറിയൊരു ടേസ്റ്റ് കുറവ് തോന്നി. പിന്നെ ഓ ചമച്ചു. പിന്നെ ഓണ്ട് ചമക്കണേ തിന്ന ശരിക്കും റഹദ് അംജുനെ പ്രാങ്ക് ആക്കാൻ നോക്കിയാണ് ഇവിടെ. സ്ട്രോബെറി ഫ്ലേവർ ആണത്. എടാ എത്ര കഷ്ടപ്പെട്ടാണ് കൊരങ്ങ. ഞങ്ങളില്ലേ ഞങ്ങൾ ഈ വീഡിയോ പ്ലാൻ എപ്പോഴും തുടങ്ങിയാറിയോ? രാത്രി 11 മണിക്ക് തുടങ്ങിയതാ.
രാത്രിയല്ല രാവിലെ ഞങ്ങള് എന്നിട്ടില്ലേ ഇവള് പറയും, "ആ, വരുന്നുണ്ട്, വരുന്നുണ്ട്." എന്നിട്ട് ഞാൻ വിളിക്കും, ഈ വരാറില്ലേ അപ്പൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പിന്നെ ഇജോടെ മൂഞ്ചിപ്പിച്ചില്ലേ ഈ വരില്ലാറിഞ്ഞാണ്ട് എന്നിട്ട് ഞാൻ എത്ര നേരം ഇവിടെ സെറ്റാക്കി വെച്ചാൽ എന്നിട്ട് ഈ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നിട്ട് അന്നെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിക്കാൻ എൻ്റെ പ്ലാൻ ആയിരുന്നു ഞാൻ അങ്ങോട്ട് പോയിക്കോ ഞാൻ ആവശ്യമില്ല ക്യാമറമാൻ ഇതിന് മാണ്ടിട്ട് മാത്രാണ് എനിക്കിങ്ങനെ പിടിച്ച് ചോദിക്കണേ, "എടാ, വരുന്നുണ്ടോ? എടാ, വരുന്നുണ്ടോ?" അല്ലാ മറ്റേ ക്യാമറ ഇവിടെ അവിടുത്തെ നിർത്താ ഇവിടെ നിർത്തല്ലേ പക്ഷെ അവിടുന്ന് അത്ര കണ്ടില്ല. റഹദ് അപ്പത്തന്നെ റഹദ് ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ ഇവിടെ കേൾക്കണേ. ആ അവിടെ നിക്കണത് അവിടെ കാണൂലല്ലേ സങ്കടായി പോയി. ഈസ്. പക്ഷെ അതായത് എന്റെ പല്ലടിക്ക ആ അതിൽ വല്ലതും ഉണ്ടോ പല്ലിൽ ഇപ്പോഴും ഉണ്ടോ ഇതിന് bubbles ഊതാൻ പറ്റുമോ? ചെക്ക ചമച്ചുമ്മ. മിഞ്ചാ എന്തായാലും കുളിച്ചില്ലല്ലോ എന്നാ പോയി കുളിച്ചിട്ട് വാ പോയി കുളിച്ചിട്ട് വാ ഇതൊരു സോപ്പ് ഏകദേശം ഇതിലേക്ക് ഒരു 85-90% സക്സസ് ആണെന്ന് പറയാം. പക്ഷെ ഒരു നിങ്ങളൊന്ന് ഒപ്പം തിന്നണേന്ന് guys. ആടാ ഇപ്പൊ രണ്ടാള് വേറെ ആര് തിന്ന് ഫസ്റ്റ് ഈ പൊട്ടൻ തിന്ന് അല്ല ഈ പൊട്ടൻ തിന്നില്ല ഒറ്റ ചോട്ടൊന്നുണ്ടായിരുന്നു ഞാനില്ല ഉച്ചന്ന് വരച്ചിട്ട് അവിടെ നീങ്ങാൻ പറഞ്ഞാണ്. എടാ, ഏതാ സോപ്പ്? സിയയോ? ഏതോ ഒരു ലോക്കൽ അല്ല സിയ ഏതാ സോപ്പ് ഫസ്റ്റ് ഞങ്ങൾ 3 സോപ്പ് വാങ്ങി ആ 3 സോപ്പ് റെഡി ആയില്ല അച്ഛന്റെ നല്ല ക്വാളിറ്റിയിലെ സോപ്പിന്. അതായത് എന്തായാലും കുളിച്ചില്ലല്ലോ അടുത്ത് പോയി കുളിച്ചോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ആണ് ഗൈസ്. ഇവൻ ഇവിടെ ഒരു മാസം ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഓരോ ആഴ്ചയിലും പുതിയ ഓരോ ആഴ്ചയിലും ഓരോ പ്രാങ്ക് പ്രാങ്ക് കിട്ടാ പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലട്ടെ നിന്നെ ഞാൻ കൊല്ലട്ടെ എത്ര ദിവസം ഇവിടെ ഉണ്ടാവൂടാ? ഞാൻ 18 ഇന്ന് എത്ര ഇന്ന് 4-ാം തീയതി 19 ദിവസം മീൻസ് ഒരു പ്ലാൻ ചെയ്യാം ഉണ്ടാവും. സെക്കൻഡ് പ്രാങ്ക് ഇന്നലെ സെറ്റാക്കാം എന്താ പറയാ കടന്നുറങ്ങുമ്പോ കുറച്ച് ദിവസം കൊടുക്കാം അതിനെ ഇത്രയുള്ള വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിച്ചു ഗൈസ്. ഇതേപോലത്തെ പ്രാങ്ക് വീഡിയോസ് ഇനി വരാൻ ഞാൻ വിചാരിക്കുന്നു ഗൈസ്. യെസ് വിചാരിക്കുന്നു. അതെ 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 എന്താ എന്റെ അനുഭവം എന്താ എന്റെ അനുഭവം നല്ല ടേസ്റ്റ് വായിൽ ഇപ്പോഴും പോയിട്ടില്ല എന്താ തോന്നിയത്? കടിച്ചപ്പോ എക്സ്പെക്ടേഷൻ വളരെ കുറവായിരുന്നു. ഞാനില്ലേ ഞാൻ അവിടുന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് ഇത് ഹോം മെയ്ഡ് ആണ് കേട്ടോന്ന്. കാരണം കവർ ഓനക്ക് മനസ്സിലായി ടേസ്റ്റ് ഉള്ളൂന്നല്ലേ ചെക്ക മിഞ്ചനായോണ്ട് ഭയങ്കര ഇതാണ്. ആ അതാണ് ഞാൻ തിന്നാക്കാൻ അങ്ങനെയൊക്കെ പാവല്ല തിന്ന് നോക്കിയ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേ കോഫി ബോബൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ. അത് കണ്ടോ വേസ്റ്റ് സാധനം മാറിക്ക് ഗൈസ്. അപ്പൊ ബൈ ഗൈസ്. നാളെ കാണാം. വേറെ എന്തെങ്കിലും കാണാം. ബൈ.